ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറയുന്നത് മണക്കാട് സൈറ്റിൽ രണ്ടാമത്തെ നിലയിൽ സെൻസൈഡിൻ്റെ മുകളിൽ 4 വരി പടവ് കെട്ടാൻ പോവുകയാണ്. അതായത് തട്ട് ലെവല് നമ്മൾ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ വീട് പണിയിൽ തന്നെ മുഖ്യ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ ഒരുപാട് സംശയവും കാര്യങ്ങളും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞ് നിങ്ങൾ ആ ഒരു സംശയം ഞാൻ തീർത്തു തരികയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത്, നമ്മൾ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ സോളിഡ് കല്ല് വെച്ച് കെട്ടണോ അതേ പൈപ്പ് ഹോളുള്ള കല്ല് വെച്ച് കെട്ടണോ എന്ന് പല ആൾക്കാർക്കുമുള്ള സംശയമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ സോളിഡ് കല്ല് വെച്ച് കെട്ടിയിട്ട് രണ്ടാമത്തെ നില കംപ്ലീറ്റും നമ്മൾ പൈപ്പ് ഹോള് വെച്ച് വെച്ച് അതായത് ഹോളോ ബ്രിക്ക് വെച്ച് കെട്ടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം മാക്സിമം ലോഡ് കുറയും. നമ്മൾ സോൾട്ട് ആണെങ്കിൽ കല്ലിന് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ലോഡും പിടിക്കും. അപ്പോൾ ഈ ഹോളോ ബ്രിക്ക് ആണെങ്കിൽ നമുക്ക് അത്രയും ലോഡ് മാക്സിമം കുറയും. അപ്പോൾ എന്തുകൊണ്ടും അതായിരിക്കും നല്ലത്. പിന്നെ ഒരാൾ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോയിൽ കമൻ്റ് ഇട്ടതാണ്, നമ്മൾ ഈ ഹോളോ ബ്രിക്ക് കെട്ടുമ്പോൾ നമ്മൾ യശ വരച്ച് വിടുന്നില്ല. അതായത് 2 കല്ലിൻ്റെ ജോയിന്റ് നമ്മൾ ചെറിയ റേപ്പർ വെച്ച് വരച്ച് വിട്ടാൽ കാണാൻ നല്ല ചന്തമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കമൻറ്റിനുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മളിത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നൊരു വീടാണ്. അപ്പം നമ്മൾ ഈ ഹോളോ ബ്രിക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഒരു വീട്ടിന് നമ്മൾ ഈ റേപ്പർ വെച്ച് ഇങ്ങനെ വരച്ച് അതിൻ്റെ ചന്തം കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒന്നാമത് നമ്മൾ ഈ റേറ്റിനൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ വർക്ക്, അത് റേറ്റിനായിരുന്നാലും നമ്മൾ ശമ്പളത്തിനായിരുന്നാലും നമ്മൾ ഓരോ കല്ല് വെച്ച് യശ ഇറക്കി അതിൻ്റെ ഗ്യാപ്പ് ചെറിയ റീപ്പറൊക്കെ വെച്ച് വരച്ച് ചന്തം ഉണ്ടാക്കി വരുമ്പോൾ ശമ്പളത്തിനാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്ലയൻറ്റ് ഇറങ്ങി പോടാന്ന് പറയും. റേറ്റിനാണെങ്കിൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ട് ഇറങ്ങി പോകാൻ പറയും. അതിൻ്റെ യാതൊരു ആവശ്യം, കാരണം അത് ഇരട്ടി പണിയുമാണ്, ഒരുപാട് ചിലവ് കൂടുതലാണ്. എന്തിനാണ് അത്രയും മിനുക്കി എടുക്കേണ്ട ആവശ്യം എന്നെനിക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ഇത്ര നീറ്റായിട്ട് കെട്ടി യശയൊക്കെ അടച്ച് ചൂല് വെച്ചൊന്ന് തൂത്ത് ഇട്ടങ്ങ് പോയാൽ മതി. കാരണം എന്തായാലും പ്ലാസ്റ്ററിങ് ചെയ്യും. പ്ലാസ്റ്ററിങ് ചെയ്യാത്ത വീടാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് നൂല് കെട്ടി വരച്ച് കംപ്ലീറ്റ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലിൻഡിലിൻ്റെ മേളിൽ കെട്ടുമ്പോൾ നമ്മൾ ഒരു വരി കല്ല് ഫസ്റ്റത്തെ കല്ല് വയ്ക്കുമ്പോൾ മാക്സിമം ഏറ്റവും അടിയിൽ തൂക്കിട്ടയ്ക്ക് ഏറ്റവും അടിയിൽ തന്നെ തൂക്കിറക്കി കെട്ടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെൻസറിൻ്റെ മേളിൽ കെട്ടുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു വരി താവൂക്കിലായിരിക്കും നമ്മൾ തൂക്കട്ടയ്ക്ക് വെച്ച് ലെവൽ എടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ കല്ലിന് മേളിൽ ഏറ്റവും ടോപ്പിലത്തെ കല്ല് ചിലപ്പോൾ ചരിവോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ഒരുപാട് സിമൻറ്റ് ചാന്ത അടിച്ച് കയറ്റേണ്ടി വരും. അത്രയും നല്ല കനം കൂടും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഏറ്റവും അടിയിലത്തെ വരി കല്ല് തൂക്കിയിട്ട് പിന്നെ ഏത് കല്ല് വെച്ച് തുടങ്ങിയോ അതിൽ തൂക്കെടുത്ത് ചെയ്താൽ മതി. അപ്പം വരി കറക്റ്റായി പോവുകയും ചെയ്യും. കറക്റ്റ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ ഉള്ളത് ടോട്ടല് 3 മേസ്ത്രിയാണ് നമ്മളിവിടെ കണക്കൂട്ടി പ്ലാൻ ചെയ്ത് നിന്നത്. അപ്പോൾ അതിൽ ഒരാൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞാനും കൂടി നിന്ന് ഞങ്ങൾ 2 മേസ്ത്രി 3 ഹെൽപ്പറാണ്. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 640 കല്ലിൻ്റെ കെട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് 3 വരി വെക്കണോ 4 വരി വെക്കണോ എന്ന്. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, മാക്സിമം നമ്മൾ താഴത്തെ ഫ്ലോറായാലും രണ്ടാമത്തെ ഫ്ലോറായാലും മാക്സിമം 4 വരി വെക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഒന്ന്, ചൂട് കുറയും. രണ്ടാമത്, നിങ്ങൾ പിന്നീട് ഭാവിയിൽ സീലിംഗ് വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4 വരി വെച്ച് കഴിഞ്ഞാൽ ഈ സീലിംഗും പോയിട്ട് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടും. അപ്പോൾ 3 വരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒരു വരി കല്ല് ലാഭം നോക്കാൻ വേണ്ടി 3 വരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഹൈറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം 4 വരി വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇവിടെ മൊത്തത്തിൽ 4 വരിയാണ് വെക്കുന്നത്. പിന്നെ ഇത് ഹോളോ ബ്രിക്കാണ്, കാരണം ഹോളുള്ള കല്ലാണ് നമ്മൾ വെച്ച് കെട്ടുന്നത്. കാരണം നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, രണ്ടാമത്തെ നിലയിൽ നമുക്ക് ലോഡ് ഒരുപാട് കുറയും, അതുകൊണ്ട് നമുക്ക് ഹോളോ ബ്രിക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കല്ല് വെച്ചു. അപ്പം ഈ ഒരു വീട്ടിൽ ലാസ്റ്റ് തട്ട് കോൺക്രീറ്റ് ആണ്. കാരണം നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വർക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ് ആണ്. അപ്പോൾ പിന്നെ ഇതിൽ സിമൻറ്റ് മിക്സിങ്ങും അതേപോലെ തന്നെ പ്രാധാന്യമായിട്ടുള്ള കൊടുക്കേണ്ട കാര്യമാണ്. കാരണം ഞങ്ങളിവിടെ ഇടുന്നത് 7 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്.
അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഇവിടെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ല പരിക്കനാണ്. ഇത് പാറപ്പൊടിയല്ല നമ്മൾ ഇവിടെ ഇട്ട് ചെയ്യുന്നത്. ഇവിടെ ഇട്ട് ചെയ്യുന്നത് എംസാൻഡ് ആണ്. എംസാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല പരുവമുണ്ട്. നമുക്ക് യശ ഇറക്കാനും പാക്കിങ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു 3 മേസ്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് കെട്ട് തീർന്നേനെ. കാരണം ടോപ്പിൽ നമുക്ക് ഒരുപാട് വർക്കുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ബാത്റൂം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ കൂടുതലാണ്. അതുകൊണ്ട് ചിലപ്പോൾ 2 ദിവസത്തെ വർക്ക് ഞങ്ങൾക്ക് ഇവിടെ വരും. കാരണം ഒന്ന് അടുത്ത ദിവസം വന്നു കഴിഞ്ഞാൽ ഉച്ച കൊണ്ട് തീരും. പിന്നെ മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ലാഭം നോക്കി ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന വർക്ക് പക്ക ലെവലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ 4ാമത്തെ വരി വെക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നിങ്ങൾ വീട് പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് ഐഡിയയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നമ്മളെപ്പോഴും ഏറ്റവും ടോപ്പിൽ ലെവൽ വെക്കാൻ നേരത്ത് ലാസ്റ്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മേളിൽ അടുത്ത വീട് റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ സ്ലോപ്പ്, നമ്മൾ ടോപ്പിലെ വെള്ളം പോവേണ്ട സ്ലോപ്പ്, മഴവെള്ളം പോവേണ്ട സ്ലോപ്പ് എവിടെയാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിൽ നിന്നും 1 ഇഞ്ച് താത്ത് ബാക്കി കംപ്ലീറ്റും മട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ലോപ്പ് അവിടെ കിട്ടും. കാരണം നമ്മൾ ഇതിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് കോൺക്രീറ്റ് ചെയ്ത് 1/2 ഇഞ്ച് സ്ലോപ്പ് മട്ടം, അതായത് നമ്മൾ വെള്ളം കളയുന്നത് എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മൂലയും ഒരു 1/2 ഇഞ്ച് പൊക്കിയിട്ട് തട്ടടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഇതേ സെയിം 1/2 ഇഞ്ച്, അതായത് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നവിടെ 4 ഇഞ്ച് കനവും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു 4.5 ഇഞ്ച് കനവും കൊടുത്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റൂഫ് ഏറ്റവും ടോപ്പ് നമ്മൾ സിമെന്റ് ചാന്തിടാൻ നേരത്ത് നമുക്ക് ഒരുപാട് കനം കയറത്തില്ല. കാരണം അത്യാവശ്യം സ്ലോപ്പ് കിട്ടുകയും ചെയ്യും, അത്യാവശ്യം കണക്കിനായിട്ടുള്ള ചാന്തി വരെ കാണത്തുള്ളൂ. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ 1/2 ഇഞ്ച് പൊക്കിയെന്നും പറഞ്ഞ് നമുക്ക് താഴെ നോക്കുമ്പോൾ വലിയ മട്ടത്തിന് വ്യത്യാസം അങ്ങനെ ഒന്നും കാണത്തില്ല. റൂമിനകത്ത് നമുക്ക് ആ ഒരു വ്യത്യാസം വരില്ല. കാരണം റൂം ഓരോന്ന് പാർട്ടീഷൻ ചെയ്ത് വരുമ്പോൾ നമുക്കത് ഇത് അറിയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ടോപ്പിൽ നമ്മൾ സിമെന്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും. ചില സൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ 2 ഇഞ്ച് 3 ഇഞ്ച് കനം വരെ വരും. അപ്പോൾ ആ കനത്തിൽ നമ്മൾ സിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊണ്ട് പൊട്ടൽ വീഴും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2ാം സെപ്പറേറ്റ് മെറ്റലെടുത്ത് കോൺക്രീറ്റ് കുഴച്ച് ഇട്ട് സെറ്റ് ചെയ്യണം. അത് ഇരട്ടി പണിയാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ദിവസത്തെ വർക്കാണത് ഇത്രയും വർക്ക് നമുക്ക് ഫസ്റ്റ് ദിവസം കൊണ്ട് ഞങ്ങൾ കെട്ടി തീർത്തു. അപ്പോൾ ഇനി നമുക്ക് 2 മേസ്തിരി നിന്നാൽ ഒരു ദിവസത്തെ വർക്കും കൂടിയേ ഉള്ളൂ. ഒരു ദിവസം ഫുള്ള് വരത്തില്ല, നമുക്കൊരു ഉച്ച കൊണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ആവും. നമ്മൾ ടോട്ടൽ വെച്ചിരിക്കുന്നത് 4 വരിയാണ്. ഏകദേശം 620 കല്ലിൻ്റെ അടുപ്പിച്ച് കെട്ടുണ്ട്. പിന്നെ നമുക്ക് ഔട്ട്സൈഡ് മാത്രം നമുക്ക് ഈ ഹൈറ്റ് ഉയരമിടേണ്ട ആവശ്യം വന്നില്ല. കാരണം ഔട്ട്സൈഡ് കംപ്ലീറ്റും നമുക്ക് സെൻസൈഡ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കെട്ടാൻ പറ്റി. ബാക്കി അകത്ത് കംപ്ലീറ്റും നമുക്ക് ഈ ഉയരം ചാരം ഇട്ട് തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇന്നുകൊണ്ട് കംപ്ലീറ്റ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഉച്ചക്ക് 2 മണി അടുപ്പിച്ചായപ്പം തന്നെ നമ്മൾ ഏകദേശം കെട്ടി കംപ്ലീറ്റ് തീർത്തു. ഇനി ഉള്ള വർക്ക് എന്ന് പറയുന്നത് ഈ കെട്ടിയെടുത്തൊക്കെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാക്കിങ് കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ടോട്ടൽ 2 ദിവസത്തെ വർക്ക് എടുത്തു. ഇത് എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭം തന്നെയാണ്, ക്ലയൻറ്റിനും ലാഭം തന്നെയാണ്. കാരണം നമ്മൾ ഈ സിമെന്റ് കാര്യങ്ങളൊന്നും പാഴാക്കാതെ മാക്സിമം ഒരു കല്ല് പോലും വേസ്റ്റ് ആക്കാതെയാണ് ഞങ്ങളിവിടെ കെട്ടിയിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്ലോപ്പ് ഇട്ട് തന്നെയാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്ക്.